ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീവേൽ മുരുകൻ വാമദേവൻ. എല്ലാവർക്കും അറിവിന്റെ നിധിപേടകമായ അറിവ്.com-ലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായി ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടുള്ള ഗുണങ്ങളും അതിന്റെ മറ്റു ഭാഗങ്ങളും വിശദീകരിക്കുകയാണ് ഈ രണ്ടാം ഭാഗത്തിലൂടെ. ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള ഒരാൾക്ക് അത് എങ്ങനെ ഉപയോഗപ്രദമാക്കാം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പാസ്പോർട്ട് കൊണ്ട് ഉപയോഗപ്പെടുത്താം, പാസ്പോർട്ട് ഇഷ്വൻസ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അതുപോലെ പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെ നമ്മുടെ യാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ആദ്യ ഭാഗത്ത് വളരെ വിശദമായി പറഞ്ഞിരുന്നു. രണ്ടാം ഭാഗത്തേക്ക് എത്തുമ്പോൾ ഏതൊക്കെ തരം പാസ്പോർട്ടുകളാണ് നമുക്കുള്ളത്, അതുകൂടാതെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് പലരിലും ഉണ്ടാകാറുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നമുക്ക് വിസ കൂടാതെ യാത്ര ചെയ്യാം, നമ്മുടെ യാത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കായിട്ടാണ് ആ വിവരങ്ങൾ. ജസ്റ്റ് പാസ്പോർട്ട് മാത്രം കയ്യിൽ മതി, വിസ കൂടാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസ ഓൺ അറൈവൽ എന്ന സംവിധാനം ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളുണ്ട്. അത്തരം രാജ്യങ്ങളും അവയുടെ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ രണ്ടാം ഭാഗം. കൂടുതൽ വലിച്ചു നീട്ടാതെ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതുപോലെ ഏതൊക്കെ തരം പാസ്പോർട്ടുകളാണ് നമുക്കുള്ളത് എന്ന് ഞാൻ വിശദമാക്കാമെന്ന് ആദ്യ ഭാഗത്ത്, അതായത് പാസ്പോർട്ടിനെ സംബന്ധിച്ച വീഡിയോയുടെ പാർട്ട് 1-ൽ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ലഭ്യമായ പാസ്പോർട്ടുകൾ ഏതൊക്കെ? 3 തരം പാസ്പോർട്ടുകളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് എടുക്കാവുന്നത്. ആദ്യത്തേത് ഓർഡിനറി പാസ്പോർട്ട്, എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന ഓർഡിനറി പാസ്പോർട്ട്, അതായത് അതിന്റെ കവറിന്റെ കളർ ബ്ലൂ ആയിരിക്കും, നീല കളറോട് കൂടിയ കവറുള്ള ഇന്ത്യൻ പാസ്പോർട്ട്. 36 മുതൽ 60 പേജ് വരെയാണ് ആ പാസ്പോർട്ടിൽ ഉണ്ടാവുക. നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് ഒരു പ്രായപൂർത്തിയെത്തിയ പൗരൻ എന്ന നിലയ്ക്ക് വയസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറകെ വരുന്ന ഭാഗങ്ങളിലുണ്ട്. പ്രായപൂർത്തിയെത്തിയ ഒരു പൗരൻ ആണെങ്കിൽ, അതായത് 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 10 വർഷം കാലാവധിയുള്ള പാസ്പോർട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ ഇത് റിന്യൂ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു 10 വർഷം കൂടി ആ പാസ്പോർട്ടിൽ ഉണ്ടാകും. അതാണ് സാധാരണ പാസ്പോർട്ടിനെ സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ. ഇനി മറ്റൊരു തരം പാസ്പോർട്ടാണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്. അതിന്റെ കവറിന്റെ കളർ മെറൂൺ ആയിരിക്കും. യൂഷ്വലി ഇന്ത്യൻ പാസ്പോർട്ടിന്റെ എംബ്ലം അറിയാം, എല്ലാവർക്കും അറിയുന്നത് പോലെ അശോക ചക്രമാണ്. അപ്പോൾ യൂഷ്വലി ഈ അശോക ചക്രമുള്ള മറ്റൊരു കളറുള്ള പാസ്പോർട്ട് കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അത് നാഷണൽ ഗവൺമെന്റിന്റെ ഡെസിഗ്നേറ്റഡ് എംപ്ലോയീസിനോ അല്ലെങ്കിൽ ജുഡീഷ്യറി, നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക്, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ്, നയതന്ത്ര വിദഗ്ധർ, ഒഫീഷ്യൽ പബ്ലിക് കൊറിയർ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അതുപോലെ ഗവൺമെന്റ് ഓതറൈസ്ഡ് ചെയ്തിട്ടുള്ള പ്രത്യേക ആൾക്കാർ, അവർക്കാണ്
ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് സാധാരണയായി ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. മൂന്നാമത്തെ പാസ്പോർട്ട് ആയിട്ടുള്ള ഒഫീഷ്യൽ പാസ്പോർട്ട്. ഗവൺമെന്റ് സർവീസിലുള്ള നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് ഗവൺമെന്റ് അറിവോടുകൂടി ഡെപ്യൂട്ടേഷനിൽ വിദേശത്തേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബിസിനസ്സുമായി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ലഭ്യമാകുന്ന, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഒരു ഡോക്യുമെന്റ്, അത് ഒഫീഷ്യൽ പാസ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 തരം പാസ്പോർട്ടുകൾ നമുക്കുള്ളത്. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകും. നമ്മൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉള്ള ചോദ്യങ്ങളാണ് ആദ്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അത്തരം ചോദ്യങ്ങളാണ്. കാരണം ആ ഒരു ഭാഗത്താണ് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ തെറ്റുകൾ വരുത്തുവാൻ സാധ്യതയുള്ളത്. ഓക്കെ, എന്താണ് മൈനർ? മൈനർ എന്നാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ 18 വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് മൈനർ എന്ന് പറയുന്നത്. അതിനുശേഷം മേജർ ആകും. ഓക്കെ, അടുത്ത ഒരു ചോദ്യം, 1 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് പാസ്പോർട്ട് വേണോ? അതിന്റെ കൂടെ നമുക്ക് ചേർക്കാവുന്ന ഒരു കാര്യം, അച്ഛന്റെ അഥവാ അമ്മയുടെ പാസ്പോർട്ടിൽ പേര് ചേർത്തിട്ടുള്ള കുട്ടികൾക്ക് പാസ്പോർട്ട് വേണോ? വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുട്ടിക്ക് 1 മാസം പ്രായമേ ഉള്ളൂ. അത് മാത്രമല്ല, അച്ഛന്റെയോ അമ്മയുടെയോ പാസ്പോർട്ടിൽ അവരുടെ പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് പാസ്പോർട്ട് വേണോ? ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയമം ഭേദഗതി വരുത്തിയ നിയമം അനുസരിച്ച് കുട്ടിയുടെ പേര് രക്ഷകർത്താവിന്റെ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിലും കുട്ടിക്ക് പ്രത്യേക പാസ്പോർട്ട് നിർബന്ധമാണ്. 1 മാസമെന്നല്ല, 1 ദിവസമായാലും 10 ദിവസമായാലും ഒരാഴ്ചയായാലും 2 ആഴ്ചയായാലും എത്രയായാലും കുട്ടിക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി. കുട്ടിക്ക് പാസ്പോർട്ട് വേണം. മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, രക്ഷകർത്താക്കളിൽ ഒരാൾ വിദേശത്തായിരിക്കുന്ന അവസരത്തിൽ കുട്ടികൾക്ക് വേണ്ടി പാസ്പോർട്ടിന് എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും? അത് ഒരു നല്ല ചോദ്യമാണ്. അതിന് ഉള്ള ഉത്തരം ഇതാണ്. രക്ഷകർത്താക്കൾക്ക് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടെങ്കിൽ, 2 പേർക്കും എക്സ്പയറി ആകാത്ത പാസ്പോർട്ട് ഉണ്ടെങ്കിൽ, അതിന്റെ പകർപ്പ് സാക്ഷ്യപ്പെടുത്തി അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ അത് മതിയാകും കുട്ടിയുടെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇനി അവിടെ വേറെ ഒരു സാഹചര്യം ഉണ്ടാകാം. രക്ഷകർത്താക്കളിൽ ഒരാൾക്ക് മാത്രമേ പാസ്പോർട്ട് ഉള്ളൂ. അങ്ങനെയെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യും? ഉദാഹരണത്തിന് അച്ഛന് പാസ്പോർട്ട് ഉണ്ട്, അമ്മയ്ക്ക് പാസ്പോർട്ട് ഇല്ല. അപ്പോ നമുക്ക് ആപ്ലിക്കേഷൻ വാലിഡ് ആകണമെങ്കിൽ അമ്മയുടെ പേര് അച്ഛന്റെ പാസ്പോർട്ടിൽ സ്പൗസ് എന്ന സ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ പാസ്പോർട്ട് മാത്രം ഉപയോഗിച്ച് കുട്ടിക്ക് വേണ്ടി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അങ്ങനെ ഇല്ല എങ്കിൽ സ്പൗസ് നെയിം ആഡ് ചെയ്യുക എന്നൊരു പ്രോസസ് ഉണ്ട്. അങ്ങനെ ആ ഒരു പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്താൽ ഒരു 1 വീക്ക് ടൈം മാത്രമേ എടുക്കൂ. ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് പുതിയൊരു പാസ്പോർട്ട് രക്ഷകർത്താവിന് ലഭിക്കുന്നതും ആ പാസ്പോർട്ട് ഉപയോഗിച്ച് കുട്ടിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതുമാണ്. മറ്റൊരു ചോദ്യം, മൈനർ പാസ്പോർട്ടുകളുടെ കാലാവധി എത്ര എന്നുള്ളതാണ്. അത് ഉത്തരം 5 വർഷം അഥവാ 18 വയസ്സ് തികയുന്നത് വരെ. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ 1ാമത്തെ വയസ്സിൽ പാസ്പോർട്ട് എടുത്തു. 5 വർഷമേ കാലാവധിയുള്ളൂ. അത് കഴിയുമ്പോൾ അത് പൂർത്തിയാക്കണം. മറ്റൊരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു കുട്ടിയുടെ 16ാമത്തെ വയസ്സിലാണ് പാസ്പോർട്ട് എടുത്തത്. ആ പാസ്പോർട്ടിന്റെ കാലാവധി എപ്പോൾ അവസാനിക്കും? 18 വയസ്സാകുന്നത് വരെ. അപ്പോൾ അവിടെ 5 വർഷമല്ല, 18 വയസ്സ് തികയുന്നത് വരെ മാത്രമേ ആ പാസ്പോർട്ടിന് കാലാവധിയുള്ളൂ. അതിനുശേഷം പുതിയ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യണം.
ഇനി മറ്റൊരു സംവിധാനം ഇപ്പോൾ നിലവിലുള്ളത് 15 വയസ്സ് കഴിഞ്ഞാൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അധിക ഫീസ് അടച്ച് 10 വർഷം കാലാവധിയുള്ള പാസ്പോർട്ട് കരസ്ഥമാക്കാവുന്നതാണ്. അതൊരു ഒരു ആഡ് ഓൺ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി മാറ്റി പറഞ്ഞാൽ ഒരു കൊറോളറി ആണ്. 15 വയസ്സ് കുട്ടിക്ക് തികഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം കൂടിയുണ്ട്. കൂടുതൽ പേരും ഇപ്പോൾ ആ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഫീസ് നോക്കാതെ അപേക്ഷിക്കുന്നവർ. ഇനി മൈനർ പാസ്പോർട്ടിന് ഇപ്പൊ നമ്മൾ കുറെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വീണ്ടും വീണ്ടും പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി ചിലർ ചിന്തിക്കും, മൈനർ പാസ്പോർട്ട് ആണെങ്കിൽ കൂടി 60 പേജുള്ള പാസ്പോർട്ടിന് എനിക്ക് അപ്ലൈ ചെയ്യാമോ? പറ്റില്ല. മൈനർ പാസ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 36 പേജ് മാത്രമേ അപ്ലൈ ചെയ്ത് ലഭ്യമാക്കുവാൻ കഴിയുകയുള്ളൂ. ഇനി വളരെ വളരെ ശ്രദ്ധിക്കേണ്ട, പാസ്പോർട്ട് ആപ്ലിക്കേഷൻ സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഫോട്ടോ. കൃത്യമായി പാസ്പോർട്ട് ഓഫീസ് അല്ലെങ്കിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കൃത്യമായി, വളരെ കൃത്യമായി പാസ്പോർട്ട് ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ ലഭ്യമാക്കേണ്ട ഫോട്ടോയുടെ സൈസ് പറയുന്നുണ്ട്. നിങ്ങളുടെ കുട്ടി 4 വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ ലഭ്യമാക്കണം. അതായത് കൃത്യമായ അനുപാതത്തിലുള്ള ഫോട്ടോ ലഭ്യമാക്കണം. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോ ലഭ്യമാക്കാവുന്നതാണ്. 4 വയസ്സിന് മുകളിലുള്ളതാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ ലഭ്യമാക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സുമായി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ എത്തുന്ന സമയത്ത് അവിടെ തന്നെ ഫോട്ടോ എടുക്കുന്നതാണ്. ഇനി എല്ലാവരും കുറെ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, മൈനർ പാസ്പോർട്ടിനുള്ള ആപ്ലിക്കേഷൻ ഫീ എത്രയാണ്? 1000 രൂപയാണ് ഫീസ്. അതാണ് സാധാരണ ഫീസ്. ഇനി 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ റൂൾ അനുസരിച്ച്, അതായത് 2017 ജൂൺ 24 മുതൽ അങ്ങനെ ഒരു റൂൾ വന്നിട്ടുണ്ട്. കുട്ടിക്ക് 8 വയസ്സിന് താഴെയാണെങ്കിൽ 10%, ആകെ ഫീസിന്റെ 10% കിഴിവ് ലഭ്യമാക്കുന്ന ഒരു സംവിധാനം ഈ ഒരു തീയതിക്ക് ശേഷം വന്നിട്ടുണ്ട്. ഇനി എപ്പോഴാണ് എനിക്ക് എന്റെ പാസ്പോർട്ട് പുതുക്കുവാൻ കഴിയുന്നത്? അത് മൈനർ എന്നോ മേജർ എന്നോ വ്യത്യാസമില്ലാതെ ഉള്ള ഒരു ചോദ്യമാണ്. എനിക്ക് എന്റെ പാസ്പോർട്ട് എപ്പോൾ പുതുക്കുവാൻ കഴിയും? നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ കാലാവധി പൂർത്തിയാകുവാൻ 2 വർഷം ഉള്ളപ്പോൾ മുതൽ നിങ്ങൾക്ക് പാസ്പോർട്ട് പുതുക്കാവുന്നതാണ്. അല്ലാത്തവർക്ക്, മറ്റുള്ളവർക്ക് 1 വർഷം ഉള്ളപ്പോൾ പാസ്പോർട്ട് പുതുക്കാവുന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഒരുപാട് പേര് കാലാവധി എത്തിയതറിയാതെ അവരുടെ പാസ്പോർട്ട് എക്സ്പയർ ആയി പോകുന്ന ഒരു കാര്യം ഇപ്പോൾ കാണുന്നുണ്ട്. മറ്റൊരു ചോദ്യം, എന്റെ പാസ്പോർട്ട് വർഷങ്ങൾക്ക് മുന്നേ കാലാവധി തീർന്നുപോയി, എങ്ങനെ പുതുക്കുവാനാകും? ഒരുപാട് പേരെ സങ്കടത്തിലാക്കുന്ന ഒരു കാര്യമാണ്. വിദേശത്തൊക്കെ പോയതിനു ശേഷം നാട്ടിലെത്തി, പിന്നെ വിദേശവാസത്തെ കുറിച്ച് ചിന്തിച്ചില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തില് വിദേശത്ത് നല്ല ഒരു അവസരം വന്നു. പക്ഷെ നേരത്തെ നമ്മൾ പാസ്പോർട്ടൊക്കെ മാറ്റിവെച്ച് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഈ ഒരു അവസരത്തിൽ അത് വിട്ടുകളയാൻ തോന്നുന്നില്ല. പക്ഷെ എന്തു ചെയ്യും? പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞു പോയി. ഒരുപാട് സങ്കടം വരുന്ന ഒരു അവസരമാണ്. അതിന് നമ്മുടെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ മാറി വന്ന് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അവസരത്തിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ സൈറ്റിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഏതാണ് കൃത്യമായിട്ട് പോകേണ്ട സൈറ്റ് എന്ന്. അവിടെ കയറുക. ഫ്രഷ് പാസ്പോർട്ടിലല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, റീ ഇഷ്യൂ പാസ്പോർട്ട് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ ആരംഭിക്കാവുന്നതാണ്. അവിടെ ഉള്ള പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ സന്ദർശിക്കുവാനുള്ള ഒരു ഡേറ്റ് കിട്ടും. അങ്ങനെ അവിടെ സന്ദർശിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ കയ്യിൽ കൃത്യമായ രേഖകളുടെ ഒറിജിനലും സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കരുതുക. ഇനി നിങ്ങളുടെ പാസ്പോർട്ട് കാലാവധി 3 വർഷം മുന്നേ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പോലീസ് വെരിഫിക്കേഷൻ വേണ്ട. അതല്ല എങ്കിൽ പുതിയ പോലീസ് വെരിഫിക്കേഷൻ, അതായത് 3 വർഷത്തിന് മുന്നേ
ആണ് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ, അതായത് എന്റെ പാസ്പോർട്ട് കാലാവധി ഏകദേശം ഒരു 3 വർഷം 6 മാസത്തിന് മുന്നേ കഴിഞ്ഞുപോയി. ഓക്കെ, അവിടെ പുതിയ പോലീസ് വെരിഫിക്കേഷൻ മസ്റ്റായും വേണം. ഇനി അഥവാ എന്റെ പാസ്പോർട്ടിന്റെ കാലാവധി ഒരു 2 വർഷവും 7 മാസവും ഉള്ളപ്പോഴാണ് കഴിഞ്ഞത്, നിങ്ങൾക്ക് പുതിയ പോലീസ് വെരിഫിക്കേഷന്റെ ആവശ്യമില്ല. സാധാരണ റീഇഷ്യൂ പാസ്പോർട്ടിന്റെ പ്രോസസ് ഓർ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. ഇനി നമ്മളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? അതാണ് അടുത്ത ചോദ്യം. അങ്ങനെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, വളരെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ, അത് നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ ആകണമെന്നില്ല, നിങ്ങൾക്കൊരു പക്ഷേ പാസ്പോർട്ട് നഷ്ടപ്പെടുന്നത് മറ്റൊരു സ്ഥലത്ത് വെച്ചാകാം, അവിടെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷൻ കണ്ടെത്തുക, അവിടെ ഇൻഫോം ചെയ്യുക. അതിനുശേഷം പാസ്പോർട്ട് ഓഫീസ് പറ്റുമെങ്കിൽ ഒരു ഇമെയിൽ അയക്കുക, നേരിട്ടെത്തി നിങ്ങൾക്ക് അറിയിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ആ 2 കാര്യം വളരെ വളരെ കർശനമായി ചെയ്യേണ്ടതാണ്. കാരണം മറ്റുള്ളവർ ദുരുപയോഗപ്പെടുത്തുവാൻ സാധ്യതയുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. തെറ്റുകൾ വരുത്താതെ ഇരിക്കുക. ഇനി വിദേശത്ത് വെച്ചിട്ടാണ് നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കേണ്ട സ്ഥലം ഇന്ത്യൻ കോൺസുലേറ്റ് ഓർ ഇന്ത്യൻ എംബസി, ഈ 2 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും അറിയിക്കുക. അത് ഇമെയിലായി ചെയ്യാം. പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും കോൺസുലേറ്റിലോ എംബസിയിലോ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോ റെസ്പോൺസ് ആണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമെയിൽ വഴി അവരെ ബന്ധപ്പെടുന്നത് നല്ലതായിരിക്കും. ഇവിടെ US നമ്മൾ പലപ്പോഴും ഇന്ത്യൻ കോൺസുലേറ്റുകളിൽ ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് ഓട്ടോ മെസ്സേജസ് ആണ് ലഭിക്കാറുള്ളത്. പക്ഷേ നമ്മൾ ഇമെയിൽ ചെയ്താൽ കൃത്യമായ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ നമുക്ക് റെസ്പോൺസ് ലഭിക്കുന്നുണ്ട്. വളരെ നല്ല ഒരു സർവീസാണ് അക്കാര്യത്തിൽ അവർ ലഭ്യമാക്കുന്നത്. അങ്ങനെ നിങ്ങൾ അവിടെ പാസ്പോർട്ട് ഓഫീസിലും അല്ലെങ്കിൽ കോൺസുലേറ്റ് അല്ലെങ്കിൽ എംബസിയിൽ അറിയിച്ചാൽ അതിനുശേഷം വ്യക്തമായ രേഖകളോടെ നമുക്ക് പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്ത് ലഭിക്കുവാൻ ഉള്ള അർഹതയുണ്ടാകും. നമ്മുടെ കയ്യിൽ വ്യക്തമായ രേഖകൾ, അതായത് നഷ്ടപ്പെട്ട പാസ്പോർട്ടിന്റെ രേഖകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഇനി പാസ്പോർട്ട് നഷ്ടപ്പെടുകയും അതിന്റെ രേഖകൾ ഒന്നും ഇല്ലാതിരിക്കുകയും, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ രേഖകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ രേഖകൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ രേഖകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പാസ്പോർട്ട് ഓഫീസറെ നേരിട്ട് കണ്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അസിസ്റ്റന്റ് പാസ്പോർട്ട് ഓഫീസർ നിങ്ങളുടെ മറ്റ് വിവരങ്ങൾ കണ്ട് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യും, സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, അതിന്റെ പഴയ വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്ന് കരുതി പാസ്പോർട്ട് എടുക്കാതെ ഇരിക്കേണ്ട. നിങ്ങൾക്ക് അസിസ്റ്റന്റ് പാസ്പോർട്ട് ഓഫീസറെ നേരിട്ട് കണ്ട് നിങ്ങളുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആധാർ ഉണ്ട്, വോട്ടർ ID ഉണ്ട്, മറ്റ് നമ്മുടെ വിലാസം വ്യക്തമാക്കുന്ന രേഖകൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ യാത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള വിവരങ്ങൾ. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എത്ര മനോഹരമാണെന്ന് നോക്കുക. ഇന്ത്യൻ പാസ്പോർട്ടിൽ നിൽക്കുന്ന അശോകചക്രം, സത്യമേവ ജയതേ. ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ഫീലാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ അതൊന്ന് എടുത്തു നോക്കണം. നമ്മളിനി എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും നമ്മൾ പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പാസ്പോർട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് കൈ പിടിക്കുമ്പോൾ ഒരു വല്ലാത്ത എനർജിയാണ്. ഒന്ന് ഫീൽ ചെയ്ത് നോക്കണം. അപ്പൊ ആ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചില രാജ്യങ്ങളിൽ വിസ കൂടാതെ യാത്ര ചെയ്യാം. ഇന്ത്യൻ പൗരന്മാർക്ക് വിസ കൂടാതെ യാത്ര ചെയ്യാൻ ഉള്ള ചില സംവിധാനങ്ങളുണ്ട്. 2020 ജൂലൈ 1 മുതൽ വിസ ഫ്രീ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ 58 രാജ്യങ്ങളിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഇതിനു മുന്നേ ഇത്തരം രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ നയതന്ത്ര വിദഗ്ധരും നമ്മുടെ രാജ്യ പാലകരും ഒക്കെ ചേർന്ന് നടത്തുന്ന വിദേശ സന്ദർശനങ്ങളുടെ ഫലമായിട്ടായിരിക്കും ഇത്. 2020 ജൂലൈ 1 മുതൽ നമുക്ക് വിസ ഫ്രീ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ സംവിധാനം 58 രാജ്യങ്ങളിലേക്ക് നീട്ടിക്കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാസ്പോർട്ട്
പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് പഠനം നടത്തുന്ന ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്, അവരാണ് സാധാരണയായിട്ട് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തി ഏതൊക്കെ രാജ്യങ്ങളുടെ പാസ്പോർട്ടാണ് കൂടുതൽ പവർഫുൾ എന്നൊക്കെ എന്താണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. അങ്ങനെ അവർ നടത്തിയ ഒരു സർവേയിൽ അവർക്ക് ഗ്ലോബൽ പാസ്പോർട്ട് പവർ റാങ്ക് എന്നൊരു ഒരു വിഭാഗമുണ്ട്. അതിൽ 60ാം റാങ്ക് ആണ് ഇന്ത്യൻ പാസ്പോർട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് ലഭ്യമായിട്ടുള്ളത്. ഇനി 85ാം റാങ്ക് ട്രാവൽ ഫ്രീഡത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് ലഭ്യമായിട്ടുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ടിന്റെ പ്ലസ് പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ട്രാവൽ ഫ്രീഡത്തിൽ 85ാം റാങ്കും ഗ്ലോബൽ പാസ്പോർട്ട് പവർ റാങ്കിൽ 60ാം റാങ്കുമാണ് ഇന്ത്യൻ പാസ്പോർട്ടിന് ലഭ്യമായിട്ടുള്ളത്. ഇനി ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എത്ര രാജ്യങ്ങളിൽ നമുക്ക് വിസ കൂടാതെ, വിസ ഇല്ലാതെ വെറുതെ പാസ്പോർട്ടുമായിട്ട് യാത്ര ചെയ്യാം? ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കണം കേട്ടോ. ചിലപ്പോൾ അവിടെ നമുക്ക് ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു 3 ആഴ്ചയായിരിക്കും സ്റ്റേക്കുള്ള അവസരം തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കൺട്രീസ് 6 ആഴ്ച അവസരം തരുന്നുണ്ട്. ഇതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് കൺട്രി. 18 രാജ്യങ്ങളിലാണ് നമുക്ക് വിസ കൂടാതെ, വിസ ഒന്നും വേണ്ട, യാത്ര ചെയ്യാൻ കഴിയുന്നത്. ആ 18 രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ അടുത്ത സ്ലൈഡിൽ തരുന്നതായിരിക്കും. അതുപോലെ മറ്റ് 58 കൺട്രീസിൽ നമുക്ക് വിസ ഓൺ അറൈവൽ എന്ന സംവിധാനം ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് പേർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ ഒരുപാട് കൺട്രീസിൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് ഉള്ള സ്ഥലങ്ങളുണ്ട്. സോ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പക്ഷേ പുതിയ അറിവാണെങ്കിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കും. കാരണം നിങ്ങൾക്ക് പാസ്പോർട്ടും യാത്രാ ചെലവും ഉണ്ടെങ്കിൽ യാത്ര ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് കരുതി ഞാൻ സന്തോഷിക്കുന്നു. രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, വിസ ഫ്രീ, വിസ ഓൺ അറൈവൽ, അല്ലെങ്കിൽ ഇ വിസ, എൻട്രി പെർമിറ്റ് എന്നൊക്കെ പറഞ്ഞു. അതെന്താണെന്ന് ഒന്ന് അറിഞ്ഞതിന് ശേഷം രാജ്യങ്ങളിലേക്ക് പോകാം. വിസ ഫ്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നമ്മുടെ രാജ്യത്ത് യാത്ര ചെയ്യുന്നത് പോലെ, നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന പോലെ പാസ്പോർട്ടും യാത്രാ ചെലവൊക്കെ ഉണ്ട്, ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ കയറി പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ, അതാണ് വിസ ഫ്രീ കൺട്രീസ്. നിങ്ങൾക്ക് ആ രാജ്യങ്ങളിൽ സന്ദർശിക്കാം. സന്ദർശകരാണേ, നിങ്ങൾക്ക് ആ രാജ്യങ്ങളിൽ സന്ദർശിക്കാം. പ്രത്യേകിച്ച് നമ്മൾക്ക് വിസ ആപ്ലിക്കേഷനോ, അങ്ങനെ വിസ ആപ്ലിക്കേഷന് വേണ്ടി ട്രാവൽ ഏജൻസികൾ തോറും കയറി ഇറങ്ങുകയോ അല്ലെങ്കിൽ അതായത് എംബസികളിൽ പോവുകയോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇന്ത്യൻ പാസ്പോർട്ട് മതി. അതിന്റെ കാരണം ആ 2 രാജ്യങ്ങൾ, ഇന്ത്യയും ഈ പറയുന്ന ലിസ്റ്റിലുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, അതിന് പ്രകാരമാണ് നമുക്ക് ഇത് സാധ്യമാകുന്നത്. ഇനി വിസ ഓൺ അറൈവൽ എന്നാൽ എന്താണ്? അതും നമ്മുടെ ഇത്തരം സംവിധാനം തന്നെ, പക്ഷേ അതാത് രാജ്യത്തിന്റെ വിസ ഓൺ അറൈവൽ എന്ന സംവിധാനം ലഭ്യമാക്കിയിട്ടുള്ള രാജ്യങ്ങളുടെ പ്രധാന പോർട്ട് ഓഫ് എൻട്രിയിൽ, നമ്മൾ ചെന്നിറങ്ങുന്ന സ്ഥലം, അതാണ് പോർട്ട് ഓഫ് എൻട്രി. പ്രധാന പോർട്ട് ഓഫ് എൻട്രി എല്ലാ സ്ഥലത്തും നമുക്ക് ചെന്ന് ഈ ഒരു സംവിധാനത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് മാൽഡീവ്സ്. മാൽഡീവ്സിന്റെ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് മാലിയിൽ. അവിടെ ചെന്നിറങ്ങിയാൽ മാത്രമേ നമുക്ക് വിസ ഓൺ അറൈവൽ എന്ന സംവിധാനം ലഭ്യമാകൂ. അതല്ലാതെ അതിനു പകരം അവിടെ ഒരുപാട് ഡൊമസ്റ്റിക് എയർപോർട്ടുകളുണ്ട്, അഡ്ഡു ഉണ്ട്, അങ്ങനെ കുറെ ഡൊമസ്റ്റിക് എയർപോർട്ടുകളുണ്ട്. അവിടെ ഒന്നും ചെന്നിറങ്ങിയാലും നമുക്ക് വിസ ഓൺ അറൈവൽ എന്ന സംവിധാനത്തിലൂടെ ആ രാജ്യത്ത് പ്രവേശിക്കാനാവില്ല. ഓക്കെ, അത് ഞാനൊരു എക്സാമ്പിളായി പറഞ്ഞതാണ്. ഇനി ഈ വിസ ഇപ്പോ നമ്മുടെ ഏറ്റവും വലിയ സഖ്യശക്തിയായ റഷ്യ നമുക്ക് 2021 മുതൽ ഈ വിസ ലഭ്യമാക്കുവാൻ ഉള്ള സംവിധാനങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഈ വിസ എന്ന് പറയുന്നത് ഇതുമാതിരി ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്, ഇഷ്യൂഡ് ഓൺലൈൻ. നമുക്ക് ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇഷ്യൂ ചെയ്തെടുക്കുവാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റ് ആണ്. അത് ആ രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ ഒഫീഷ്യൽസ് ഗ്രാന്റ് ചെയ്യുന്നതാണ്
നമുക്ക് ഇത് ഉപയോഗിച്ച് അവിടെ ആ രാജ്യത്ത് സന്ദർശിക്കുവാൻ കഴിയുന്നതാണ്. അവിടെയും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണം. ഇനി എൻട്രി പെർമിറ്റ് എന്നാണ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് എൻട്രി പെർമിറ്റ്? അത് അതാത് രാജ്യങ്ങളിൽ ഇഷ്യൂ ചെയ്യുന്ന ജസ്റ്റ് ഒരു പെർമിറ്റ് മാത്രമാണ്. വിസയ്ക്ക് പകരമായിട്ടുള്ള മറ്റൊരു സാധനം. അതാണ് ഈ എൻട്രി പെർമിറ്റ്. ആ പെർമിറ്റ് ഉപയോഗിച്ച് നമുക്ക് ആ രാജ്യത്ത് സഞ്ചരിക്കുവാനും, സഞ്ചരിക്കുക ഇൻ ദ സെൻസ് നമ്മൾ നാട് കാണാനാണല്ലോ പോകുന്നത്, അങ്ങനെ സഞ്ചരിക്കുവാനും സ്റ്റേ ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ ഫോർ എ സർട്ടൺ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയം. ഈ വിസ ഫ്രീ ആയാലും വിസ ഓൺ അറൈവൽ ആയാലും ഈ വിസ ആയാലും എൻട്രി പെർമിറ്റ് ആയാലും ഇതൊക്കെയും ഒരു നിശ്ചിത കാലാവധി വരെ മാത്രം താമസിക്കുന്നതിനുള്ള രേഖകൾ മാത്രമാണ്. നമുക്ക് ഒരു പെർമനന്റ് റെസിഡൻസിനോ അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റിനോ നമുക്ക് ഈ ഒരു സംവിധാനത്തിൽ അവിടെ എത്തിപ്പെട്ടതിന് ശേഷം നമുക്ക് വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനൊന്നും കഴിയുകയില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം, ഇത് നമുക്ക് താൽക്കാലികമായി അവിടെ എത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ വിസ ഫ്രീ നേഷൻസ് ഇതൊക്കെയാണ്. ഇപ്പൊ ഇതിനകത്ത് നോക്കും, ഭൂട്ടാൻ വളരെയധികം പ്രകൃതി രമണീയമായ, വളരെയധികം ടൂറിസ്റ്റ് പ്ലേസസ്, ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള, വ്യൂ പോയിന്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഭൂട്ടാൻ. ഭൂട്ടാനെ കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ യുവാക്കൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുവാൻ, യാത്ര ചെയ്യുവാൻ, സന്ദർശിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇന്തോനേഷ്യ. അതുപോലെ സെൻട്രൽ അമേരിക്കൻ കൺട്രിയായ എൽ സാൽവഡോർ വളരെ മനോഹരമായ ഒരു കൺട്രിയാണ്. ഏറ്റവും അവസാനം കിടക്കുന്ന സ്ഥലമാണ് എൽ സാൽവഡോർ. മക്കാവു, ദെൻ ഇക്വഡോർ. വളരെ മനോഹരം, വളരെ 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 മനോഹരം എന്ന് പറഞ്ഞാൽ തീരത്തില്ല, അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ഇക്വഡോർ. പിന്നെ ജമൈക്ക, സീഷെൽസ്, അവിടെ പെർമിറ്റ് ആണ് കൊടുക്കുന്നത്. ബട്ട് ഈ സ്ഥലങ്ങളൊക്കെ വളരെ വളരെ മനോഹരമായ, വളരെ ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള, വ്യൂ പോയിന്റ്സ് ഉള്ള, സിനിക് പോയിന്റ്സ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, ചെറുപ്പക്കാരെന്ന് തന്നെ ഇല്ല, ആർക്കായാലും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അടുത്തത് വിസ ഓൺ അറൈവൽ എന്ന ലിസ്റ്റാണ്. അങ്ങനെയുള്ള കൺട്രീസിന്റെ ലിസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാൽഡീവ്സ് അവിടെയുണ്ട്, മൗറീഷ്യസ്, ഫിജി. നമ്മുടെ നാട്ടിലെ കപ്പിൾസ്, ന്യൂലി മാരീഡ് കപ്പിൾസ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഫിജി. വളരെ എക്സ്പെൻസ് കുറവുള്ള സ്ഥലമാണ്. യാത്രാ ടിക്കറ്റിന്റെ കാര്യം എനിക്കറിയില്ല, ബട്ട് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ റൂം എക്സ്പെൻസ്, അതുപോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മറ്റ് എക്സ്റ്റേണൽ എലമെന്റ്സ്, അതിന്റെയൊക്കെ എക്സ്പെൻസ് വളരെ കുറവാണ്. അതുപോലെ ഇതിനകത്ത് വളരെ എടുത്തു പറയേണ്ട മറ്റൊരു സ്ഥലം പലാവു ആണ്. പിന്നെ ഹോങ്കോങ് പറയേണ്ട കാര്യമില്ല. ലാവോസ് ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്. തായ്ലൻഡ് നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വളരെ ഒരു ഡ്രീം പ്ലേസ് ആണ്. പിന്നെ കംബോഡിയ, ഇന്ത്യൻ ചരിത്രവുമായി വളരെയധികം ബന്ധമുള്ള ചരിത്രാവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ഒരു ചരിത്ര നഗരം എന്നൊക്കെ ഞാൻ വിളിക്കും കംബോഡിയ. അവിടെയൊക്കെ നമുക്ക് ഈ വിസ ഓൺ അറൈവൽ എന്ന സംവിധാനം ഉപയോഗിച്ച് യാത്ര ചെയ്യാവുന്നതാണ്. അവസാനമായി മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്തപ്പെടുന്ന ഒരു പേജ് ഇതാണ്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കത് ചേർക്കാൻ കഴിഞ്ഞില്ല, അത് ഞാൻ ഇവിടെ ചേർക്കുന്നു എന്നേ ഉള്ളൂ. ഈ പേജിൽ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോം, നിങ്ങൾ നേരത്തെ തുടങ്ങി പകുതി വെച്ച് നിർത്തിയിട്ട് പോയ, സേവ് ചെയ്ത് നിർത്തിയിട്ട് പോയ ഫോം കംപ്ലീറ്റ് ചെയ്യാനുള്ള ലിങ്ക് അതിവിടെയാണ്. പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത പേജ്, അതിന്റെ പ്രിന്റ് എടുക്കണമെന്ന് ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്രിന്റ് എടുക്കുവാൻ നിങ്ങൾ മറന്നുപോയി, അല്ലെങ്കിൽ എടുത്ത പ്രിന്റ് കളഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഈ പേജിലേക്ക് എത്തിയതിനു ശേഷം ഇവിടെ നിന്ന് ആ പേജ് റീപ്രിന്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് സന്ദർശന സമയത്ത് വളരെ അത്യാവശ്യമുള്ള പേജാണത്. അതുപോലെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വേണമെങ്കിൽ ഈ ഗൈഡ് ലൈൻസ് എന്ന ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ അത് ലഭ്യമാണ്. ഇനി അതല്ല, നിങ്ങൾ ഓൺലൈനായിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അവിടെ നമ്മൾ എഴുതി ഫില്ല് ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ നമുക്ക് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതാണ്. പിന്നെ
ഇതിൻ്റെ അകത്ത് നമ്മൾ ഏത് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുമ്പോഴും മിസലേനിയസ് സർവീസ് എന്നൊരു ഫോം അത് മസ്റ്റായിട്ടും അതിൻ്റെ അകത്ത് ഉണ്ടാകണം. അതില്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഒരു പക്ഷേ തിരിച്ചയക്കും അല്ലെങ്കിൽ ഡിനേ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഇവിടെ ഡൗൺലോഡ് മിസലേനിയസ് സർവീസ് ഫോം, നിങ്ങൾക്ക് എന്ത് സർവീസ് ആണ് ലഭ്യമാകേണ്ടത് അത് മാത്രമല്ല ജസ്റ്റ് ഒരു സിംഗിൾ ഷീറ്റ് പേജ് ആണത്. അതിനുള്ളിൽ നിങ്ങളുടെ ചില പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. അത് മാത്രമല്ല നിങ്ങൾ എന്ത് സർവീസ് ആണ് ആവശ്യപ്പെടുന്നത് എന്നത് സംബന്ധിച്ച വിവരമാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് മറക്കാതെ നിങ്ങളുടെ പാസ്പോർട്ട് ആപ്ലിക്കേഷനിൽ മിസലേനിയസ് സർവീസ് ഫോം കൂടി അറ്റാച്ച് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റു ചില കാര്യങ്ങൾ, നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഓഫീസിന്റെ വിവിധ ഓഫീസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, ഇന്ത്യൻ മിഷൻ എബ്രോഡ് വിദേശത്തുള്ള ഇന്ത്യൻ മിഷനെ കുറിച്ചുള്ള വിവരങ്ങൾ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ OCI എന്ന് പറയും. അതായത് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള രക്ഷകർത്താക്കൾക്ക് വിദേശത്ത് വെച്ച് ജനിക്കുന്ന കുട്ടികൾക്ക് അവിടുത്തെ പൗരത്വമാണ് ലഭ്യമാക്കാറുള്ളത്. അതായത് ആ കൺട്രിയുടെ പാസ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ലഭ്യമാകാറുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക? അതിനെയാണ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് അഥവാ OCI കാർഡ് എന്ന് പറയുന്നത്. OCI കാർഡിന് ആദ്യം നമുക്ക് OCI കാർഡ് ലഭ്യമാകണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ആ രാജ്യത്തെ ലഭ്യമായിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ അച്ഛന്റെയും അമ്മയുടെയും പാസ്പോർട്ട്, ഒരു പക്ഷേ കുറച്ചുകൂടി പുറകോട്ട് പോയി ഗ്രാൻഡ് പേരൻസിന്റെ ഡീറ്റെയിൽസ്, അത്രയൊക്കെ സാധനങ്ങൾ ലഭ്യമാണെങ്കിൽ പിന്നെ OCI കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതൊക്കെ ഫുൾഫിൽ ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ OCI കാർഡ് 60 ഡേയ്സ് ആണ് സാധാരണയായിട്ടുള്ള. US-ലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് ഒക്കെ 60 ഡേയ്സ് ആണ് പറയുന്നത്. 60 ഡേയ്സിനുള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ, കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് 60 ഡേയ്സിനുള്ളിൽ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് ലഭ്യമാകുന്നതാണ്. വളരെ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് അല്ല, ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റ് വരുത്തിയാൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവില്ല, ആപ്ലിക്കേഷൻ തിരികെ അയക്കും. സോ ആ ഒരു സമയത്തിന്റെ ആ ഒരു പരിമിതി, അല്ലെങ്കിൽ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്താൽ അങ്ങനെയുള്ള തെറ്റുകൾ വരുത്താതെ നമുക്ക് വളരെ പെട്ടെന്ന് OCI കാർഡ് ലഭ്യമാക്കുവാൻ കഴിയുന്നതാണ്. സോ അത്രയും വിവരങ്ങളാണുള്ളത്. നമ്മൾ നമ്മുടെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് നമ്മുടെ അവസാന ഭാഗത്തുള്ളത്. കാലാവധി ഉണ്ടായിരിക്കെ തന്നെ പേജുകൾ തീർന്നു പോയാൽ എന്ത് ചെയ്യണം? എനിക്ക് ഇനി ഒരു 3 വർഷം കൂടെ എന്റെ പാസ്പോർട്ടിന് കാലാവധി ഉണ്ട്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. സോ സ്റ്റാമ്പ് നിറയെ സ്റ്റാമ്പ്സ് ആണ് എന്റെ പാസ്പോർട്ടിൽ. സോ ഇനി പേജസ് ഇല്ല സ്റ്റാമ്പ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അതിന് ഞാൻ പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിക്കുക. അങ്ങനെ റീഇഷ്യൂ ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ഇനി ഒരു 2 വർഷമേ ഉള്ളെങ്കിൽ പോലും വീണ്ടും ഒരു 10 വർഷത്തേക്കുള്ള പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് പുതിയ പാസ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് പേജ് തീർന്നു എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ യാത്ര മുടക്കണ്ട. റീഇഷ്യൂ ചെയ്യാനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുക. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ പാസ്പോർട്ട് ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ യാത്രാ പ്ലാനുകൾ റീഡിസൈൻ ചെയ്യാം. പ്ലാനുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രാ സ്വപ്നങ്ങൾ സഫലമാക്കാം. പാസ്പോർട്ട് ഇല്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യാത്രാ സ്വപ്നങ്ങളെ മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഇത്രയുമൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുവാനുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ കൂടി കുറെ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് പുതിയ അറിവുകൾ ലഭിച്ചുവെങ്കിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഇനിയും കൂടുതൽ അറിവുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. അങ്ങനെ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അറിവുകളുടെ നിധിപേടകങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് വരുന്ന ബെൽ ഐക്കൺ മറക്കാതെ അമർത്തുക. അതുകൊണ്ട് പുതിയ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി.